السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله الصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين. ما بعد. ഏറെ വന്യയായ ഉസ്താദുമാരെ, സ്നേഹനിധികളായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മതത്തെ പറ്റിയുള്ള തെറ്റിദ്ധാരണകളും സാമൂഹിക അനീതികളും നമ്മെ പലപ്പോഴും അലട്ടുന്നു. ഇവിടെയാണ് പ്രവാചക ചര്യകളെ നാം ജീവിപ്പിക്കേണ്ടത്. പ്രവാചക സ്നേഹം മാനവരാശിയുടെ രക്ഷാകവചം എന്ന വിഷയത്തിലൂടെയാണ് ഞാൻ എൻ്റെ ചർച്ചയെ കൊണ്ടുപോകുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് ചിന്തിക്കണം. നമ്മളെല്ലാം പരിപൂർണ്ണ മുഅ്മിനാണോ എന്ന് നമ്മൾ നോമ്പെടുക്കുന്നു, നിസ്കരിക്കുന്നു. പക്ഷേ നാം പ്രവാചകനെ എത്രത്തോളം സ്നേഹിക്കുന്നു? തന്റെ ശരീരത്തെക്കാളും തന്റെ കുടുംബത്തെക്കാളും തന്റെ മറ്റെല്ലാത്തേക്കാളും എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ മുഅ്മിനാവുകയില്ല എന്ന് പറയുമ്പോ അന്ന് സ്വർഗ്ഗക്കകത്ത് പാമ്പിന്റെ കടിയേറ്റ് വേദന സഹിച്ച അബൂബക്കർ തങ്ങളുടെ ചരിത്രം നാം ഓർക്കണം. കൊലക്കാരന് മുന്നിൽ നിന്ന് ആത്മവിശ്വാസത്തിന് ഒരു മുള്ളു തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നാം ഓർക്കണം. യഥാർത്ഥത്തിൽ എന്താണ് പ്രവാചക സ്നേഹം? അത് ഹൃദയാന്തരങ്ങളിൽ കോപ്യമാക്കി വെക്കേണ്ടതല്ല, മറിച്ച് അത് അവിടുന്ന് പഠിപ്പിച്ച തിരുചര്യകളെ ജീവിപ്പിക്കലാണ്. من أحيا سنتي فقد أحبني ومن أحبني كان معي في الجنة. ആരെങ്കിലും എൻ്റെ ചര്യയെ ജീവിപ്പിച്ചാൽ അവൻ എന്നെ സ്നേഹിച്ചു, ആരെങ്കിലും എന്നെ സ്നേഹിച്ചാൽ അവൻ നാളെ സ്വർഗത്തിൽ എൻ്റെ കൂടെയാണ്. من تمسك بسنتي عند فساد أمتي فله أجر 100 شهيد. എന്റെ ഉമ്മത്ത് മോശമാകുന്ന സമയം ആരെങ്കിലും എന്റെ ചര്യയെ മുറുകെ പിടിച്ചാൽ അവന് 100 ഷഹീദിന്റെ കൂലിയാൽ. പ്രവാചക ചര്യകൾ മറന്നുകൊണ്ട് ആഭാസങ്ങളിൽ മുഴുകിയുള്ള മുസ്ലിം ഉമ്മത്തിന്റെ ഇന്നത്തെ അവസ്ഥയെ കുറിച്ചല്ലേ അന്ന് പ്രവാചകൻ പറഞ്ഞത്. പ്രവാചകനെ സ്നേഹിക്കാനുള്ള 3 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്നാമതായി പ്രവാചകനെ അറിയലാണ്. രണ്ടാമതായി അവിടുത്തെ തിരുസുന്നത്തുകളെ ജീവിപ്പിക്കലാണ്. അവിടുത്തെ ആരാധനകളെ, അവിടുത്തെ സ്വഭാവങ്ങളെ കൃത്യമായി പിന്തുടരലാണ്. മൂന്നാമത്തതായി അവിടുത്തേക്ക് സ്വലാത്ത് ചൊല്ലലാണ്. പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടില്ലേ, അൽ ബഖീലു മൻ ദുഖിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ. ശുക്രന്നാൽ എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാണ്. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഒരു ഉറുദു കവി പാടി വെക്കുന്നത് ഇങ്ങനെയാണ്: ബനി കെ മഹബ്ബത്ത് ഹേ ദിൽ കെ സുകൂൻ അനേകെ കരം സേ ഹേ റൂഷൻ ജുനൂൻ. നബിയോടുള്ള സ്നേഹമാണ് എന്റെ ഹൃദയത്തിലെ സമാധാനം, അവരുടെ കരുണയാലാണ് എന്റെ പ്രണയം പ്രകാശിക്കുന്നത്. ആധുനികത തലക്ക് പിടിച്ച് വെളുത്തെ വലിച്ചെറിയുന്ന ഈ കാലഘട്ടത്തിൽ പ്രവാചകനെ സ്നേഹിക്കാൻ നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.